ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വർഷമൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും നന്നായിട്ട് ഇങ്ങനെ PSC ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരുപാട് എക്സാംസ് നമുക്ക് ഈ വരുന്ന വർഷം എഴുതാനായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മളൊരു പുതിയ സീരീസ് തുടങ്ങണം. അത് 2025 PSC നടത്തിയ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2025 ജനുവരി 11 നടന്ന 10th പ്രിലിംസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സീരീസ് തുടങ്ങുന്നത്. അപ്പം നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത് എന്നതാണ് ചോദ്യം. ശരിയായത് ഏത് എന്നതാണ് ചോദ്യം. ചോദ്യം നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ വായിക്കണം. മൃദുഭാവേ ദൃഢകൃതേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് എന്ന് നമുക്ക് നോക്കാം. മൃദുഭാവേ ദൃഢകൃതേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പോലീസ് സേനയുടെ മേധാവിയാണ് DGP, അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റാണ്. പക്ഷേ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരല്ല, കേരള പോലീസിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ അതിനകത്ത് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ A 1, 2 മാത്രം. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഓരോ ഡാം അത് ഏത് നദിയിലാണ് എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഭക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, തെഹ്രി ഡാം കൃഷ്ണ, സർദാർ സരോവർ നർമ്മദ. ഭക്രാനങ്കൽ ഡാം സത്ലജിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുള്ള ജോഡിയാണ്. ഹിരാക്കുഡ് മഹാനദിയിലാണ്. പക്ഷേ തെഹ്രി ഡാം കൃഷ്ണയിലല്ല. തെഹ്രി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥിയിലാണ് തെഹ്രി ഡാം സ്ഥിതി ചെയ്യുന്നത്. സർദാർ സരോവർ ഡാം നർമ്മദയിലാണ്. സർദാർ സരോവർ ഡാം എവിടെ തന്നെയാണ്? നർമ്മദയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ 3 മൂന്നാമത്തത് തെറ്റാണ്. ബാക്കി വരുന്നത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. അവിടെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? C ആണ്. 1, 2, 4 മാത്രം. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായതേത്? ശരിയായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് അദ്ദേഹം ജനിച്ചത്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചത് ശരിയാണ്. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു ശരിയാണ്. പക്ഷേ ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്ന നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ A 1, 2, 3 മാത്രമാണ് ശരി. നാലാമത്തെ ചോദ്യം PSC അതിൻ്റെ ആൻസറിൽ ക്യാൻസൽ ചെയ്തിരുന്ന ചോദ്യമായിരുന്നു. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായതേത്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. സവർണ ജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മിഭായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ് ശരിയാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മിഭായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി, അതും ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. എന്നാൽ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആവശ്യം ക്ഷേത്രപ്രവേശനമായിരുന്നില്ല, അവർക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം അതായിരുന്നു ആവശ്യം. അപ്പോൾ 4 ഒഴിച്ച് വരുന്ന ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം ഓപ്ഷൻ A 1, 2, 3 എന്നുള്ളതാണ്. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏത്? ഏതാണ് രാജാറാം മോഹൻ റോയിയുടെ രചനയല്ലാത്തത് എന്നതാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നോക്കിപ്പോകാം. ഓക്കെ. ഫസ്റ്റ് ഓപ്ഷൻ പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ് രാജാറാം മോഹൻ റോയിയുടെ രചനയാണ്. തുഹ്ഫത്തുൽ മുവഹിദീൻ ആണ്. ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് അതും രാജാറാം മോഹൻ റോയിയുടെ രചനയാണ്.
പക്ഷേ സതിഹിതബോധി, ഇപ്പം നമ്മൾ സതി എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും രാജാറാം മോഹൻ റായിയുടെ രചനയാണ്, കൃതിയാണ് എന്ന്. പക്ഷേ സതിഹിതബോധി നമ്മുടെ വീരേശലിംഗത്തിൻ്റെ കൃതിയാണ്, അല്ലെങ്കിൽ അതൊരു മാഗസിനാണ്. അപ്പം നമുക്ക് സതിഹിതബോധിനി ആരുടേതല്ല, രാജാറാം മോഹൻ റോയിയുടെ രചനയല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 4 ഒഴികെ പെടാത്തത് ഏത് എന്നതായിരുന്നു ചോദ്യം. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രം. ബാക്കിയെല്ലാം രാജാറാം മോഹൻ റോയിയുടെ രചനകളാണ്. 7ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡിയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. കേരള മീഡിയ അക്കാദമി തൃശ്ശൂർ, ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ, കേരള ലളിതകലാ അക്കാദമി കാക്കനാട്. അപ്പോൾ ഇതിൽ നമുക്കറിയാം കേരള മീഡിയ അക്കാദമി എവിടെയല്ല, തൃശ്ശൂരല്ല. കേരള മീഡിയ അക്കാദമി എവിടെയാണ്? കാക്കനാടാണ് അല്ലേ? കേരള മീഡിയ അക്കാദമി കാക്കനാടാണ് സ്ഥിതി ചെയ്യുന്നത്. ചലച്ചിത്ര അക്കാദമി, അതെ, ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരത്താണ്, അത് ശരിയാണ്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ എന്ന് പറയുന്ന ഓപ്ഷനും ശരിയാണ്. അടുത്ത ഓപ്ഷൻ നോക്കൂ, കേരള ലളിതകലാ അക്കാദമി. ലളിതകലാ അക്കാദമി കാക്കനാടല്ല, തൃശ്ശൂരാണ്. അപ്പോൾ ആ 2 ഓപ്ഷൻസ് അവർ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ തെറ്റായി പോയ ജോഡികൾ. അപ്പോൾ നമുക്ക് ശരിയായ ജോഡി കണ്ടെത്താനായിരുന്നു ചോദ്യം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 2, 3, ഓപ്ഷൻ എ 2, 3 മാത്രമാണ് ശരി. 8ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയിം താലിം. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. മഹാത്മാഗാന്ധി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്താണ്? നയിം താലിം. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. അതെ, അത് ശരിയാണ് അല്ലേ. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ പേരെന്താണ്? അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്. അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആദ്യമായിട്ട് അദ്ദേഹം കേരളം സന്ദർശിച്ചത് 1920-ലാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. അതെ, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ച വ്യക്തിയുടെ പേര് ബെൻ കിങ്സ്ലി എന്നാണ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയായതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്നതാണ് ചോദ്യം. തെറ്റായ ജോഡിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവ. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവ എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷൻ തന്നെ തെറ്റാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവയിലല്ല, ഫിലിപ്പൈൻസിലാണ്. ഓക്കെ, ഫിലിപ്പൈൻസിലാണ്. 2ാമത്തെ ഓപ്ഷൻ നോക്കൂ, നാറ്റോ ബ്രസൽസ് ആണ്. നാറ്റോ ബ്രസൽസിലാണ്, അത് കറക്റ്റാണ്. ഗ്രീൻ പീസ് എന്ന് പറയുന്നത് ആംസ്റ്റർഡാം ആണ് എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇൻ്റർപോളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലിയോൺ ആണ്. അപ്പോൾ 1ാമത്തത് ഒഴിച്ച് ബാക്കി 3ഉം ശരിയാണ്. തെറ്റായ ജോഡി കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ എ 1 മാത്രം എന്നതാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര് എന്നതാണ് 10ാമത്തെ ചോദ്യം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ഓപ്ഷൻസ് എ രാജേന്ദ്ര പ്രസാദ്, BR അംബേദ്കർ, അബ്ദുൽ കലാം ആസാദ്, ജവഹർലാൽ നെഹ്റു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി അബ്ദുൽ കലാം ആസാദ് ആണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. 11ാമത്തെ ചോദ്യം, അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏത്? അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ സംരാമതി, ഓപ്ഷൻ ബി തെമ്പു, കാങ്ടോ ആൻഡ് ഓപ്ഷൻ ഡി നമച്ച ബർവ. നമുക്കറിയാം ഓപ്ഷൻ ഡി നമച്ച ബർവയാണ് ശരിയായിട്ടുള്ള ഉത്തരം. 12ാമത്തെ ചോദ്യം, കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമേത്? കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ടെറായ്, ഓപ്ഷൻ ബി എസ്കർ, ഓപ്ഷൻ സി കരീവ, ഓപ്ഷൻ ഡി ബാബർ. ഓപ്ഷൻ സി കരീവ എന്നതാണ് ശരിയായ ഉത്തരം. 13ാമത്തെ ചോദ്യം, ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ഓപ്പൺ കാസ്റ്റ് മൈനിങ്, ഓപ്ഷൻ ബി ഹൈവാൾ മൈനിങ്, ഓപ്ഷൻ സി റാറ്റ് ഹോൾ മൈനിങ് ആൻഡ് ഓപ്ഷൻ ഡി പ്ലേസർ മൈനിങ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി റാറ്റ് ഹോൾ മൈനിങ് ആണ്. 14ാമത്തെ ചോദ്യം നോക്കാം. 14ാമത്തെ ചോദ്യം, ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ്? ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ് എന്നതാണ് ചോദ്യം.
ഓപ്ഷൻ എ ഹേമറ്റൈറ്റ്, ഓപ്ഷൻ ബി ബേരിയം സൾഫേറ്റ്, ഓപ്ഷൻ സി മാഗ്നീഷ്യം, ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ്. ഇപ്പോൾ നമ്മൾ ടൂത്ത് പേസ്റ്റ് ഒക്കെ തുറന്നാൽ അത് ടൈറ്റായിട്ട് അടച്ചു വെക്കണം അല്ലേ, അങ്ങനെ എന്തെങ്കിലും കോഡ് വെച്ചൊക്കെ ഓർത്തിരിക്കാം. ടൈറ്റാനിയം ഓക്സൈഡാണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓപ്ഷൻ എ പ്രളയ സമതലങ്ങൾ, ഓപ്ഷൻ ബി എക്കൽ കോണുകൾ, ഓപ്ഷൻ സി മടഞ്ഞിട്ട അരുവികൾ, ഓപ്ഷൻ ഡി ഓക്സ്ബോ തടാകങ്ങൾ. അപ്പോൾ നോക്കിക്കേ, ഒരു നദിയുടെ മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏതാണ്? അത് ഓക്സ്ബോ തടാകങ്ങളാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഓക്സ്ബോ തടാകങ്ങൾ. 16ാമത്തെ ചോദ്യം, നറൗറ ആണയ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി ഉത്തർപ്രദേശാണ്, ഉത്തർപ്രദേശ്. 17ാമത്തെ ചോദ്യം, 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് ഓപ്ഷൻ എ കസാൻ റഷ്യ, ഓപ്ഷൻ ബി കെയ്റോ ഈജിപ്റ്റ്, ഓപ്ഷൻ സി ദുബായ് UAE, ഓപ്ഷൻ ഡി ബീജിംഗ് ചൈന. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കസാൻ റഷ്യ എന്നതാണ്. 18ാമത്തെ ചോദ്യം, ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ഇരുമ്പ് ഉരുക്ക് വ്യവസായം, ഓപ്ഷൻ ബി ടെക്സ്റ്റൈൽ വ്യവസായം, ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായം, ഓപ്ഷൻ ഡി രാസ വ്യവസായം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായം. ഈ പഞ്ചസാരയിൽ ഒരു സാര, ഖണ്ഡസാരിയിൽ ഒരു സാരി, അങ്ങനെയൊക്കെ സിമിലർ ആയിട്ടുള്ള വാക്കുകൾ വരുന്നില്ലേ, ഓർത്തിരിക്കാൻ പ്രയാസമാണ് എങ്കിൽ ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്. 19ാമത്തെ ചോദ്യം, ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം. ഇത് PSC ക്യാൻസൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇതിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. 20ാമത്തെ ചോദ്യം, അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനം, ഓപ്ഷൻ ബി രാജ്യാന്തര വനവൽക്കരണ പദ്ധതി, ഓപ്ഷൻ സി അന്തർദേശീയ സമുദ്രതട സംരക്ഷണം, ഓപ്ഷൻ ഡി പശ്ചിമഘട്ട വന്യജീവി സംരക്ഷണം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനം. 21ാമത്തെ ചോദ്യം, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ 60 വയസ്സിന് താഴെയുള്ളവർ, ഓപ്ഷൻ ബി 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും, ഓപ്ഷൻ സി 60 വയസ്സ് കഴിഞ്ഞ വനിതകൾ, ആൻഡ് ഓപ്ഷൻ ഡി പ്രായപരിധിയില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും എന്നതാണ്. 22ാമത്തെ ചോദ്യം, ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം. ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഏത് വർഷമാണ് സ്ഥാപിതമായത് എന്നതാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻ നോക്കാതെ തന്നെ പോവാം. ഓപ്ഷൻ സി 2010 എന്നതാണ് ശരിയായ ഉത്തരം. 23ാമത്തെ ചോദ്യം, ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. ഓപ്ഷൻ എ കേരളം, ബി കർണാടക, സി തമിഴ്നാട്, ഡി ഗോവ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കേരളം. 24ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ എ തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ഓപ്ഷൻ ബി ഫ്യൂഡൽ നികുതി നൽകുക, ഓപ്ഷൻ സി നികുതി നൽകാതിരിക്കുക. ഇതിൽ തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക എന്നുള്ളതും നികുതി നൽകാതിരിക്കുക എന്നുള്ളതും നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നടന്നതായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധമില്ലാത്തത് രണ്ടാമത്തെ ഓപ്ഷൻ ഫ്യൂഡൽ നികുതി നൽകുക എന്നതാണ്. അപ്പോൾ 2 മാത്രം എന്ന് വരുന്ന ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 25ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? അരുൾ നൂൽ, ആദിഭാഷ, വേദാധികാര നിരൂപണം, ഓപ്ഷൻ ഡി നവമഞ്ജരി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നവമഞ്ജരി. 26ാമത്തെ ചോദ്യം, ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ ഷോട്ടുഗായ്, ഓപ്ഷൻ ബി ലോഥൽ, ഓപ്ഷൻ സി ധൊളാവീര, ഓപ്ഷൻ ഡി ചാൻഹുദാരോ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ധൊളാവീര. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓക്കെ, ആനി ബസന്റുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു, ഓപ്ഷൻ ബി ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു,
ഓപ്ഷൻ സി 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. അപ്പം ഇതിൽ ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത് ആനി ബസന്റ് അല്ല എന്ന് നമുക്കറിയാം. ആരാണ് ഗുലാംഗിരി രചിച്ചത്? അത് ജ്യോതിറാവു ഫുലെയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ആനി ബസന്റ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ അല്ലേ ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ ആ ഒരു ഇതിൻ്റെ പേരെന്തായിരുന്നു, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ്റെ പേരെന്തായിരുന്നു എന്ന് ഒന്ന് ഓർത്ത് നോക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ 2, 3 എന്നിവ ശരിയാണ്. ബന്ധമില്ലാത്ത പ്രസ്താവന ഒന്നാമത്തെ പ്രസ്താവനയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 28ാമത്തെ ചോദ്യം, പാഞ്ചാലി ശപഥം എഴുതിയതാര്? പാഞ്ചാലി ശപഥം എഴുതിയതാര്? ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി, ഓപ്ഷൻ ബി പ്രേംചന്ദ്, ഓപ്ഷൻ സി സത്യേന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ഡി വള്ളത്തോൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി. 29ാമത്തെ ചോദ്യം, സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ഓപ്ഷൻ എ വീരേശലിംഗം. വീരേശലിംഗത്തെ പറ്റി നമ്മൾ കുറച്ച് മുന്നേ പരാമർശിച്ചിരുന്നു. അത് ഏത് ചോദ്യവുമായി ബന്ധപ്പെട്ടാണ് എന്നൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഓപ്ഷൻ ബി ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ സി ജ്യോതിബ ഫുലെ, ഓപ്ഷൻ ഡി ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഇ.വി. രാമസ്വാമി നായ്ക്കറിനെ പറ്റി ഇതിനു മുന്നേ ചോദ്യപേപ്പറിൽ പരാമർശിച്ചിരുന്നത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടായിരുന്നു അല്ലേ. അദ്ദേഹം സവർണ ജാഥ നയിച്ചിരുന്നു. ഇവിടെ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതും ഓപ്ഷൻ ഡി ഇ.വി. രാമസ്വാമി നായ്ക്കർ ആണ്. 30ാമത്തെ ചോദ്യം, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുക പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ മഹാരാഷ്ട്ര, ഓപ്ഷൻ ബി തെലങ്കാന, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി തമിഴ്നാട്. ഓപ്ഷൻ ബി തെലങ്കാനയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം അല്ലേ. ഏതൊക്കെ മുതൽ 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ, 14 മുതൽ 28 വരെയുള്ള വകുപ്പുകളാണ് നമുക്ക് റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒന്ന് നോക്കാം അല്ലേ. 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ എന്ന് പറയുമ്പോൾ അത് ഏതിൽ വരുന്നതാണ്? 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ എന്ന് പറയുന്നത് സമത്വത്തിനുള്ള അവകാശമാണ് അല്ലേ. സമത്വത്തിനുള്ള അവകാശത്തെ കാണിക്കുന്നതാണ് 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ. 18 കഴിഞ്ഞാൽ 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ ഏതിനെ സൂചിപ്പിക്കുന്നു? ഏതിൽ വരുന്നതാണ്? അത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിനെ പറ്റി പറയുന്ന വകുപ്പുകളാണ്. 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ. 22 കഴിഞ്ഞാൽ 23ഉം 24ഉം നമുക്ക് ചോദ്യത്തിലുണ്ട്. 23 മുതൽ 24 വരെയുള്ള വകുപ്പുകൾ അതെന്തിൽ വരുന്നതാണ്? 23 മുതൽ 24 വരെയുള്ള വകുപ്പുകൾ ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. ഇനി 25 മുതൽ 28 വരെ, 25 മുതൽ 28 വരെയുള്ള വകുപ്പുകൾ എന്താണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റി പറയുന്ന വകുപ്പുകളാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ അല്ലേ, 1D, 2C, 3A, 4B അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 32ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഓപ്ഷൻ എ പോറ്റി ശ്രീരാമലു, ഓപ്ഷൻ ബി പിംഗലി വെങ്കയ്യ, ഓപ്ഷൻ സി വെങ്കട ചെല്ലയ്യ, ഓപ്ഷൻ ഡി പ്രേം ബിഹാരി നാരായണൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പിംഗലി വെങ്കയ്യ. 33ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, അതെ അത് ഉള്ളതാണ്. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, അത് നമ്മുടെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. 3ാമത്തെ ഓപ്ഷൻ ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങളിൽ നടപ്പിലാക്കുക, അതും നമ്മുടെ മൗലിക കർത്തവ്യത്തിൽ ഉൾപ്പെടുന്നതാണ്. എല്ലാ ഓപ്ഷൻസും ഉള്ളത് കൊണ്ട് ഇവയെല്ലാം, ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 34ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി, ഓപ്ഷൻ സി പ്രധാനമന്ത്രി, ഓപ്ഷൻ ഡി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രപതി. 35ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വിവരാവകാശ
താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 2005 വിവരാവകാശ നിയമപ്രകാരമാണ് വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ വിരമിക്കൽ പ്രായം 70 വയസ്സല്ല 60 വയസ്സാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതുകൊണ്ട് നമുക്ക് പറയാം 1, 2 എന്നിവ ശരിയാണ് അല്ലേ? 1, 2 മാത്രം. ഓപ്ഷൻ സി. 35ന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 36ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ബി രാജസ്ഥാൻ, ഓപ്ഷൻ സി മധ്യപ്രദേശ്, ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. 37ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്? ഓപ്ഷൻ എ TN ശേഷൻ, ഓപ്ഷൻ ബി സുകുമാർ സെൻ, ഓപ്ഷൻ സി രംഗനാഥ മിശ്ര, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സുകുമാർ സെൻ. 38ാമത്തെ ചോദ്യം, അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ്? ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്, ഓപ്ഷൻ ബി മാൻഡമസ്, ഓപ്ഷൻ സി കോ വാറന്റോ, ഓപ്ഷൻ ഡി സെർഷ്യോറ്റി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. 39ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് ആണ് എടുത്തിട്ടുള്ളത്? ഓപ്ഷൻ എ ഗീതാഞ്ജലി, ഓപ്ഷൻ ബി ആനന്ദമഠം, ഓപ്ഷൻ സി മധുശാല, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആനന്ദമഠം. 40ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്ന വനിതകൾ ആരെല്ലാം? ഒന്നാമത്തെ ഓപ്ഷൻ അമ്മു സ്വാമിനാഥൻ. അതെ, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്ന വനിതകൾ ആരെല്ലാം എന്നതാണ് ചോദ്യം. അമ്മു സ്വാമിനാഥൻ അംഗമായിരുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ ദാക്ഷായണി വേലായുധൻ അംഗമായിരുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ രാജ്കുമാരി അമൃത് കൗർ അംഗമായിരുന്നു. നാലാമത്തെ ഓപ്ഷൻ സരോജിനി നായിഡു അംഗമായിരുന്നു. ഇവരെല്ലാവരും അംഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം. 47ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഓപ്ഷൻ എ ബേപ്പൂർ കായൽ, ഓപ്ഷൻ ബി ചേറ്റുവ കായൽ, ഓപ്ഷൻ സി ചിത്താരി കായൽ, ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം? ഓപ്ഷൻ എ പൊന്തച്ചാടൻ, ഓപ്ഷൻ ബി ബുദ്ധമയൂരി, ഓപ്ഷൻ സി പുള്ളിയാര, ഓപ്ഷൻ ഡി ചീനപ്പൊട്ടൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബുദ്ധമയൂരി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ കബനി, ഓപ്ഷൻ ബി പെരിയാർ, ഓപ്ഷൻ സി ഭാരതപ്പുഴ, ഓപ്ഷൻ ഡി പമ്പ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കബനി. 44ാമത്തെ ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആര്? ഈ ചോദ്യത്തിന് നമ്മൾ ഓപ്ഷൻ വായിച്ചു നോക്കേണ്ട ആവശ്യം പോലുമില്ല, നമുക്കറിയാം. ഓപ്ഷൻ ഡി PR ശ്രീജേഷ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 45ാമത്തെ ചോദ്യം, ഇരവികുളം ദേശീയ ഉദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏത്? ഓപ്ഷൻ എ ആന, ഓപ്ഷൻ ബി കണ്ടാമൃഗം, ഓപ്ഷൻ സി വരയാട്, ഓപ്ഷൻ ഡി പുലി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി വരയാട്. 46ാമത്തെ ചോദ്യം, ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഓപ്ഷൻ എ തുള്ളൽ, ഓപ്ഷൻ ബി മോഹിനിയാട്ടം, ഓപ്ഷൻ സി രാമനാട്ടം, ഓപ്ഷൻ ഡി തെയ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി രാമനാട്ടം. 47ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി? ഓപ്ഷൻ എ ഭാരതപ്പുഴ, ബി കോരപ്പുഴ, സി മീനച്ചിലാറ്, ഡി മഞ്ചേശ്വരം പുഴ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മഞ്ചേശ്വരം പുഴ. 48ാമത്തെ ചോദ്യം, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ ചിങ്ങം 1, ഓപ്ഷൻ ബി നവംബർ 1, ഓപ്ഷൻ സി വൃശ്ചികം 1, ഓപ്ഷൻ ഡി മെയ് 1. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ചിങ്ങം 1. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമേത്? 49ാമത്തെ ചോദ്യമാണ്. ഓപ്ഷൻ എ ഡീസൽ, ഓപ്ഷൻ ബി നാഫ്ത, ഓപ്ഷൻ സി പെട്രോൾ, ഓപ്ഷൻ ഡി മണ്ണെണ്ണ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നാഫ്ത.
കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏത് എന്നതാണ് 50-ാമത്തെ ചോദ്യം. ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം. ഓപ്ഷൻ എ വൈപ്പിൻ, ഓപ്ഷൻ ബി നീണ്ടകര, ഓപ്ഷൻ സി മുനമ്പം, ഓപ്ഷൻ ഡി വിഴിഞ്ഞം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നീണ്ടകര. അപ്പം ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഇങ്ങനെ നീണ്ട് കിടക്കുമായിരിക്കും അല്ലേ. അപ്പം നീണ്ടകര, നമുക്ക് ആ രീതിയിൽ അത് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാവുന്നതാണ്. 51-ാമത്തെ ചോദ്യം. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നത് ഏതെല്ലാമാണ്? ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത്. കലാപത്തിനെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി എന്നുള്ളതും, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു എന്നതാണ്. മറ്റു രണ്ട് ഓപ്ഷൻസ് തെറ്റാണ്. ശരിയായ ഉത്തരം 1ഉം 4ഉം വരുന്ന സി ആണ് ശരിയായ ഉത്തരം. 52-ാമത്തെ ചോദ്യം. 2024 സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏത്? ഓപ്ഷൻ എ നിഹോൺ ഹിഡാൻക്യോ, ഓപ്ഷൻ ബി യുണൈറ്റഡ് നേഷൻസ്, ഓപ്ഷൻ സി സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസ് ആൻഡ് ഓപ്ഷൻ ഡി വേൾഡ് ഫുഡ് പ്രോഗ്രാം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ നിഹോൺ ഹിഡാൻക്യോ. 53-ാമത്തെ ചോദ്യം. 70-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി. ഓപ്ഷൻ എ വിയ്യപുരം, ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടൻ, ഓപ്ഷൻ സി നടുഭാഗം, ഓപ്ഷൻ ഡി പായിപ്പാടൻ ചുണ്ടൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടൻ. 54. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം, ചട്ടമ്പി സ്വാമികൾ അഖിലത്തിരുട്ട്, വൈകുണ്ഠസ്വാമികൾ ദർശനമാല, പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി എന്നതാണ് ശരിയായിട്ടുള്ള ജോഡി. ദർശനമാല എഴുതിയത് ആരാണ്? ദർശനമാല എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. പ്രാചീന മലയാളം എഴുതിയത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അഖിലത്തിരുട്ട് എഴുതിയത് വൈകുണ്ഠസ്വാമികളാണ്. 2025 പ്രഥമ ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ശ്രീലങ്ക, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി നേപ്പാൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ. 56-ാമത്തെ ചോദ്യം. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം. ഓപ്ഷൻ എ രജനീ രംഗം, ഓപ്ഷൻ ബി വെടിവെട്ടം, ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, ഓപ്ഷൻ ഡി കാലത്തിൻ്റെ സാക്ഷി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. 57-ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളി. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളി. ഓപ്ഷൻ എ ആനി മസ്ക്രീൻ, ഓപ്ഷൻ ബി അമ്മാളു അമ്മ, ഓപ്ഷൻ സി സരോജിനി നായിഡു, ഓപ്ഷൻ ഡി അക്കാമ ചെറിയൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അക്കാമ ചെറിയൻ. 4-ാമത്തെ ചോദ്യം. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.വി. മേനോൻ? ഒന്നാമത്തെ ഓപ്ഷൻ കീഴരിയൂർ ബോംബ് കേസ്, ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം, ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം, ഓപ്ഷൻ ഡി മൊറാഴ സംഭവം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കീഴരിയൂർ ബോംബ് കേസ്. 59-ാമത്തെ ചോദ്യം. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഏത്? ഓപ്ഷൻ എ ചിരി, ഓപ്ഷൻ ബി കൂട്ട്, ഓപ്ഷൻ സി തുണ, ഓപ്ഷൻ ഡി ഹോപ്പ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കൂട്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഫോണിലൊക്കെ മുഴുകിയിരിക്കുന്ന കുട്ടികൾ പുറമെ വലിയ കൂട്ടുകാരോ സുഹൃത്ത് ബന്ധങ്ങളോ ഒന്നും ഇല്ലാത്ത കുട്ടികളായിരിക്കും അല്ലേ. അപ്പോൾ ഒരുപാട് കൂട്ടുകെട്ടുകളൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ വീട്ടിൽ വന്നാൽ കളിക്കാൻ അങ്ങനെയൊക്കെ പോകും. അപ്പം അത് വെച്ചിട്ട് നമുക്ക് കൂട്ട് എന്ന് പറയുന്ന വാക്ക് അവിടെ ഓർത്തിരിക്കാം. 60-ാമത്തെ ചോദ്യം. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദൻ, ഓപ്ഷൻ ബി സ്വാമി ദയാനന്ദ സരസ്വതി, സി വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. 61-ാമത്തെ ചോദ്യം. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏത്? ഓപ്ഷൻ എ ഓവ്യൂൾ വിത്താകുന്നു, ഓപ്ഷൻ ബി പരാഗണം, ഓപ്ഷൻ സി പുംബീജങ്ങൾ രൂപം കൊള്ളുന്നു, ഓപ്ഷൻ ഡി അണ്ഡമുണ്ടാകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഓവ്യൂൾ വിത്താകുന്നു. കാരണം പരാഗണം നടക്കുന്നു എന്ന് പറയുമ്പോൾ ബീജസംയോഗം നടക്കുന്നത് പരാഗണത്തിന് ശേഷമാണ്. അപ്പോൾ ഓപ്ഷൻ ബി പരാഗണം വരില്ല. ഈ പരാഗണം നടക്കണമെങ്കിൽ അവിടെ അണ്ഡവും പുംബീജവും തമ്മിൽ യോജിക്കണം. അപ്പം ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും വരില്ല. നമുക്കത് ഒഴിവാക്കി വിടാൻ പറ്റുന്ന ഓപ്ഷൻസാണ്.
62ാമത്തെ ചോദ്യം എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏതാണ്? എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ, എന്താണ് എക്സിറ്റു കൺസർവേഷൻ? സ്ഥിരം ചോദ്യം വരുന്ന ഏരിയയാണ്. നമ്മൾ ഏതെങ്കിലും ജീവജാലങ്ങളെ അവരുടെ തനതായ ആ ഒരു സ്വാഭാവിക പ്രകൃതിയിൽ നിന്നും പുറത്തെടുത്ത് സംരക്ഷിക്കുന്നതാണ് എക്സിറ്റു കൺസർവേഷൻ. ബയോസ്ഫിയർ റിസർവുകൾ, ഓപ്ഷൻ ബി നാഷണൽ പാർക്കുകൾ, ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ഓപ്ഷൻ ഡി കമ്മ്യൂണിറ്റി റിസർവുകൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. 63ാമത്തെ ചോദ്യം ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ഫേനം, ഓപ്ഷൻ ബി റൈബോസോം, ഓപ്ഷൻ സി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് ഓപ്ഷൻ ഡി ഗോൾജി കോംപ്ലക്സ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഗോൾജി കോംപ്ലക്സ്. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ 64ാമത്തെ ചോദ്യം. രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ. ഓപ്ഷൻ എ ക്രിയാറ്റിൻ, ഓപ്ഷൻ ബി ഗ്ലോബുലിൻ, ഓപ്ഷൻ സി സുബൈറിൻ, ഓപ്ഷൻ ഡി ലിഗ്നിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഗ്ലോബുലിൻ. 65ാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ബന്ധമില്ലാത്തതാണ്. ഓപ്ഷൻ എ പ്രോട്ടിയേസ്, ഓപ്ഷൻ ബി ലിപ്പേസ്, ഓപ്ഷൻ സി പെപ്സിൻ, ഓപ്ഷൻ ഡി ട്രിപ്സിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ലിപ്പേസ്. 66ാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. വൃക്കയിൽ ജലത്തിൻ്റെ പുനരീകരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. അപ്പോൾ വാസോപ്രസിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് താഴോട്ട് തന്നിരിക്കുന്നത്. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരീകരണം കുറയും. ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. തെറ്റാണ്. വേനൽക്കാലത്താണ് വാസോപ്രസിൻ്റെ അളവ് കൂടുതലായിട്ട് വരുന്നത്. കാരണം വേനൽക്കാലത്താണ് നമ്മുടെ ശരീരത്തിൽ ജലാംശം കുറയുന്നത്. അപ്പോൾ വാസോപ്രസിൻ്റെ പ്രവർത്തനം കൂടുന്നത് വേനൽക്കാലത്തായിരിക്കും. 67ാമത്തെ ചോദ്യം രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റിയും കണ്ടെത്തുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ്. ശരിയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ശരിയാണ്. ഓപ്ഷൻ സി ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. അത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. നാലാമത്തെ ഓപ്ഷൻ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയ ആണ്. അല്ല, അതും തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ ശരിയായിട്ട് വരുന്നത് ഏതാണ്? 1, 2 മാത്രമാണ്. അപ്പം 1, 2 ശരി, 3, 4 തെറ്റ് എന്നുള്ള ഓപ്ഷൻ എ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നത്. 68ാമത്തെ ചോദ്യം നോക്കാം. ക്യൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ തേനീച്ച വളർത്തൽ, ഓപ്ഷൻ ബി മുയൽ വളർത്തൽ, ഓപ്ഷൻ സി പട്ടുനൂൽ പുഴു വളർത്തൽ, ഓപ്ഷൻ ഡി മത്സ്യം വളർത്തൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മുയൽ വളർത്തൽ. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏത്? ഓപ്ഷൻ എ ഗോളരസന്ധി, ഓപ്ഷൻ ബി വിജാഗിരി സന്ധി, ഓപ്ഷൻ സി കീലസന്ധി, ഓപ്ഷൻ ഡി തെന്നി നീങ്ങുന്ന സന്ധി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി തെന്നി നീങ്ങുന്ന സന്ധി. സിനാപ്സ്. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. സിനാപ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. 2 നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു. അത് ശരിയാണല്ലേ? 2 നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു. 2 നെഫ്രോണുകൾക്കിടയിലല്ലോ, 2 ന്യൂറോണുകൾക്കിടയിലാണ് കാണുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 2 ന്യൂറോണുകൾക്ക് ഇടയിൽ കാണുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 2 പേശീകോശങ്ങൾക്കിടയിൽ കാണുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ശരിയായ പ്രസ്താവന എന്ന് പറയുമ്പോൾ 2ഉം 3ഉമാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി. 71ാമത്തെ ചോദ്യം ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത്? ഓപ്ഷൻ എ ക്ലോറിൻ, ഓപ്ഷൻ ബി ബ്രോമിൻ, ഓപ്ഷൻ സി ഫ്ലൂറിൻ, ഓപ്ഷൻ ഡി അയഡിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഫ്ലൂറിൻ. 72ാമത്തെ ചോദ്യം സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏത്? ഓപ്ഷൻ എ നിക്രോം, ഓപ്ഷൻ ബി അൽനിക്കോ, ഓപ്ഷൻ സി സ്റ്റീൽ ആൻഡ് സ്റ്റീൻ, ഓപ്ഷൻ ഡി വെങ്കലം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അൽനിക്കോ. ഇതെല്ലാം SCERT ഫാക്റ്റുകളാണ്. 73ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, ബേക്കലൈറ്റ്, ഓപ്ഷൻ ഡി നൈലോൺ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബേക്കലൈറ്റ്. ബാക്കിയെല്ലാം തെർമോപ്ലാസ്റ്റിക്കുകളാണ്.
74-ാമത്തെ ചോദ്യം, പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ എ ഏണസ്റ്റ് റുദർഫോർഡ്, ഓപ്ഷൻ ബി ഗോൾഡ്സ്റ്റൈൻ, ഓപ്ഷൻ സി ജെ തോംസൺ ആൻഡ് ഓപ്ഷൻ ഡി വില്യം ക്രൂക്സ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഏണസ്റ്റ് റുദർഫോർഡ്. 75-ാമത്തെ ചോദ്യം PSC ഉത്തരം നമ്മുടെ ആൻസർ കീയിൽ നിന്നും ഒഴിവാക്കിയ ചോദ്യമായിരുന്നു, അതുകൊണ്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. 76-ാമത്തെ ചോദ്യം, പ്രവേഗത്തിൻ്റെ നിരക്ക്. ഓപ്ഷൻ എ വേഗത, ഓപ്ഷൻ ബി ദൂരം, ഓപ്ഷൻ സി സ്ഥാനാന്തരം, ഓപ്ഷൻ ഡി ത്വരണം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ത്വരണം. 77-ാമത്തെ ചോദ്യം, ബലത്തിൻ്റെ യൂണിറ്റ് ഏത്? ഓപ്ഷൻ എ പാസ്കൽ, ഓപ്ഷൻ ബി ന്യൂട്ടൺ, ഓപ്ഷൻ സി ജൂൾ, ഓപ്ഷൻ ഡി കലോറി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ന്യൂട്ടൺ. നമുക്കറിയാം ന്യൂട്ടന് ഭയങ്കര ബലമാണ് അല്ലേ. 78-ാമത്തെ ചോദ്യം, ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ്. വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഓപ്ഷൻ എ സ്ഥിതികോർജ്ജം, ഓപ്ഷൻ ബി ഗതികോർജ്ജം, ഓപ്ഷൻ സി യാന്ത്രികോർജ്ജം, ഓപ്ഷൻ ഡി സ്ഥാനോർജ്ജം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഗതികോർജ്ജം. 79-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ സൗരോർജ്ജം, ഓപ്ഷൻ ബി കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, ഓപ്ഷൻ സി അറ്റോമിക് റിയാക്ടറുകൾ, ഓപ്ഷൻ ഡി ഹൈഡ്രോ ഇലക്ട്രിക് പവർ. ഗ്രീൻ എനർജി അല്ലാത്തത് ഓപ്ഷൻ സി അറ്റോമിക് റിയാക്ടറുകൾ. 80-ാമത്തെ ചോദ്യം, കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ അൾട്രാസോണിക്, ഓപ്ഷൻ ബി ഇൻഫ്രാസോണിക്, ഓപ്ഷൻ സി ഭൂകമ്പ തരംഗങ്ങൾ, ഓപ്ഷൻ ഡി സീസ്മിക് തരംഗം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ അൾട്രാസോണിക്. 81 മുതൽ 100 വരെ ഉള്ളത് മാത്സിൻ്റെ ചോദ്യങ്ങളാണ്. അത് നമുക്ക് പ്രത്യേകം ഒരു വീഡിയോയിൽ അതിൻ്റെ ആൻസർ ഉൾപ്പെടെ ചെയ്ത് ഇടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.